നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി. ചെയർമാൻ ഗിരിധരന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് അണക്കെട്ടിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചത്. കാലവർഷത്തിന്റെ ആരംഭത്തിൽ നടത്താറുള്ള സാധാരണ പരിശോധനകൾ മാത്രമാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. തമിഴ്നാട് ജലവിഭവ വകുപ്പിനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ സാം ഇർവിൻ, സെൽവം എന്നിവരും കേരളത്തിലെ പ്രതിനിധികളായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK സിജി എന്നിവരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജലനിരപ്പ് 130 അടി പിന്നിട്ട സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെയും മുൻകരുതൽ നടപടികളെയും കുറിച്ച് സമിതി വിലയിരുത്തി. സ്പിൽവേയിൽ 3 ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു. പരിശോധനയുടെ റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു ജില്ലയിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വ്യാഴാഴ്ച തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അതിവിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ തമിഴ്നാട് തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കൂടുതൽ മേഖലയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് താഴെയായി എത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 13 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് താഴ്ന്നു. മാങ്കൊമ്പ്, നെടുമുടി, കാവാലം മേഖലകളിൽ മാത്രമാണ് ജലനിരപ്പ് ഇപ്പോൾ അപകടനിലയ്ക്ക് മുകളിൽ ഉള്ളത്. മാങ്കൊമ്പ് 3 സെന്റിമീറ്ററും നെടുമുടിയിൽ 8 സെന്റിമീറ്ററും കാവാലത്ത് 4 സെന്റിമീറ്ററും ജലനിരപ്പാണ് അപകടനിലയ്ക്ക് മുകളിലുള്ളത്. ജലനിരപ്പ് താഴ്ന്നതോടുകൂടി താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിർത്തി. ഇനി 15 ക്യാമ്പുകളാണ് അവശേഷിക്കുന്നത്. എന്നാൽ ദുരിതങ്ങൾക്ക് മാറ്റമില്ലാത്തതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അത്രയും തന്നെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ഇന്നലെയും പ്രവർത്തിച്ചു. കഴിഞ്ഞ 4 ദിവസമായി നിർത്തിവെച്ചിരുന്ന കാവാലം തട്ടാശ്ശേരി ജങ്കാർ സർവീസ് ഇന്നലെ മുതൽ വീണ്ടും പുനരാരംഭിച്ചു. കോട്ടയം അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ജങ്കാർ സർവീസിനെ ഒട്ടേറെ ആളുകളാണ് ആശ്രയിക്കുന്നത്. നിലമ്പേരൂർ, കാവാലം അടക്കമുള്ള മേഖലയിലുള്ളവർക്കും താലൂക്ക് ആസ്ഥാനത്തേക്കും ആലപ്പുഴയിലേക്കും അടക്കം എത്തിച്ചേരാൻ ജങ്കാർ പുനരാരംഭിച്ചത് സഹായകരമായിരിക്കുകയാണ്. വെള്ളപ്പൊക്ക ദുരിതം വിട്ടൊഴിയാത്തതിനാൽ തന്നെ കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. താലൂക്കിലെ സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജ്, അംഗനവാടി, ട്യൂഷൻ സെന്റർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയെങ്കിലും പരീക്ഷകൾക്ക് മാറ്റമില്ല. താലൂക്കിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളും 692 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 215 കുടുംബങ്ങളിലെ 648 അംഗങ്ങളാണ് താമസിക്കുന്നത്. 692 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലായി 34,218 കുടുംബങ്ങളിലായി 1,36,156 പേർക്കാണ് ഭക്ഷണം നൽകുന്നത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് 6 രേഖപ്പെടുത്തിയ ജലനിരപ്പ് അപകടനില ക്രമത്തിൽ പാളാത്തുരുത്തി 1.30, കാവാലം 1.44, നെടുമുടി 1.53, മാങ്കൊമ്പ് 1.38, ചമ്പംകുളം 1.67, കിടങ്ങറ 1.65, നീരാറ്റുപുഴ 2.32 എന്ന അളവിലാണ്.